അപ്പോൾ 6 റെഡ് ക്ലോ ക്രേഫിഷിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ 6 എണ്ണത്തിനെ നമ്മൾ ഈ കാണുന്ന 6 ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓരോ ട്രേയിലും നമ്മൾ ഒരെണ്ണത്തിനെ വെച്ചാണ് ഇട്ടിട്ടുള്ളത്. ഈ കാണുന്ന രീതിയിൽ 2 വലിയ തെർമോക്കോളിൻ്റെ പീസുകൾ നമ്മൾ മൊത്തത്തിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ട്രേ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എയറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാ ട്രേയിലേക്കും ഒരേ സമയം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറൻ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരെണ്ണം മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ ട്രേയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ തെർമോക്കോൾ നമ്മൾ വെച്ച് കവർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇവർ പുറത്തേക്ക് ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു സൈസ് വെച്ച് അവർ പുറത്തേക്കൊന്നും ചാടിപ്പോവില്ല, പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തെർമോക്കോൾ വെച്ച് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തെർമോക്കോളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് ഇവർ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ ഒരു ക്രേഫിഷുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ സെറ്റപ്പ് മാത്രമാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഓവറോളായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഈ കാണുന്ന 6 ട്രേ ആണ്. അതിനകത്ത് നമ്മൾ 4 PVC പൈപ്പുകൾ വെച്ചിട്ടുണ്ട്. ഓരോ PVC പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ്. ഈ ട്രേയിൽ നമ്മൾ പകുതി ഭാഗം വരെയാണ് വെള്ളം നിറച്ചിട്ടുള്ളത്. അതായത് ഏകദേശം ആ കാണുന്ന PVC പൈപ്പുകൾ മുങ്ങുന്ന അത്രയും വെള്ളം നമ്മൾ നിറച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ PVCയുടെ മുകളിൽ കയറി നിന്നിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ PVCയുടെ ഒപ്പം തന്നെ വെള്ളം നിറച്ചിരിക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു PVCയുടെ മുകളിൽ പോയി നിന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് പറ്റും. ക്രേഫിഷുകൾക്ക് പൊതുവേ വെള്ളത്തിൽ നിന്നുമുള്ള ഡിസോൾവ്ഡ് ഓക്സിജനും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് വെള്ളത്തിന് പുറത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കാരണം അവരുടെ ശരീരം ഡ്രൈ ആയിട്ട് അവർ ചത്തുപോകും. പക്ഷേ അവർക്ക് വെള്ളത്തിനകത്തും പുറത്തും ശ്വസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ PVC ഹൈഡിങ് സ്പോട്ടുകളെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ട്രേയിലെയും ക്രേഫിഷുകളെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 6 റെഡ് ക്ലോ ക്രേഫിഷുകൾ. ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-2.5 ഇഞ്ചാണ്. ലൈറ്റ് കുറച്ച് കുറവാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് റൂമിനകത്ത്. എന്നിട്ടും നമുക്ക് ട്രെയിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ടോർച്ച് എടുത്ത് അടിച്ച് കാണിക്കാം. പിന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ ഇതിലെ ഏറ്റവും വലിയ സൈസുള്ള റെഡ് ക്ലോ ക്രേഫിഷിനെ ഒരെണ്ണത്തിനെ എടുത്തിട്ട് നമ്മൾ പുറത്ത് ഡേ ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 360 ഡിഗ്രി ഞാൻ കാണിച്ചു തരാം. ഇവരുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറാണ്. ഇപ്പോൾ കളർ കയറി വരുന്നേ ഉള്ളൂ. കുറേ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല ഗ്രീൻ കളറാവും. ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത്. പിന്നെ ഒരു ബ്ലൂ കളർന്ന ഒരു കളറും വരാറുണ്ട്. മെയിനായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത്. ഇനി ഞാൻ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ക്രേഫിഷുകളെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് റെഡ് ക്ലോ ക്രേഫിഷ് എന്നാണ്. പക്ഷേ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രേഫിഷ് എന്നും ഇവർ അറിയപ്പെടാറുണ്ട്. കാരണം ഓസ്ട്രേലിയയിലാണ് ഇതിനെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിൻ്റെ ഒറിജിനായിട്ടും കണക്കാക്കപ്പെടുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഓസ്ട്രേലിയയിലാണ് ഇതിനെ വളരെ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയത്. ഓസ്ട്രേലിയ കൂടാതെ ഓസ്ട്രേലിയക്ക് അടുത്തുള്ള ചെറിയൊരു രാജ്യമായ പാപ്പുവ ന്യൂഗിനി എന്ന് പറയുന്ന രാജ്യത്തും ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഈ 2 സ്ഥലങ്ങളിലാണ് ഈ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓസ്ട്രേലിയ വലിയ രാജ്യമായതുകൊണ്ടും വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് വിളിക്കുന്നത്. പിന്നെ പേരിൽ റെഡ് ക്ലോ എന്ന് വരാൻ കാരണം ഇതിൻ്റെ കടിക്കുന്ന ആ ഒരു സംഭവം, അതായത് കടിച്ചിറുക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലോ എന്ന് പറയും. 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരെണ്ണത്തിനാണെങ്കിൽ ക്ലോ എന്നാണ് പറയുന്നത്. ഈ ക്ലോയിൽ ഇവർക്ക് ഒരു റെഡ് കളർ വരും. ആ റെഡ് കളർ വരുന്നത് മെയിലിനാണ്. അപ്പോൾ ആ ഒരു ക്ലോവിൽ ആ ഒരു റെഡ് കളർ വരുന്നത് കൊണ്ടാണ് റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. മെയിലിന് മാത്രമാണ് ഈ ക്ലോസിൽ റെഡ് കളർ വരുന്നത്, ഫീമെയിലിന് റെഡ് കളർ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഈ റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് പറയുന്നത് മറ്റ് അലങ്കാര ക്രേഫിഷുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസാണ്. പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സൈസ് തന്നെയാണ്. ഇവരുടെ ലെങ്ത്ത് വരുന്നത് മാക്സിമം ഒരു 1 ഫീറ്റ് വരെ ഇവരുടെ ലെങ്ത്ത് വരും. അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് ഏകദേശം 500 മുതൽ 600 ഗ്രാം വരെയാണ്. അതുപോലെ തന്നെ മറ്റ് ക്രേഫിഷുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ആയുസ് വരുന്നത് ഏവറേജ് 4 മുതൽ 5 വർഷം വരെയാണ്. മാക്സിമം ആയിട്ട് പറയുന്നത് 6 വർഷം വരെയാണ്. സാധാരണ അലങ്കാര ക്രേഫിഷുകളുടെ ആയുസ് എന്ന് പറയുന്നത് ഒരു 2-2.5 വർഷമാണ് ഏകദേശം ഒരു ഏവറേജ് ആയിട്ട് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും, അതായത് ലെങ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവരുടെ വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫ് സ്പാൻ, അതായത് ആയുസിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണ അലങ്കാര ക്രേഫിഷുകളെ വെച്ച് ഇവർ വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ ഈ റെഡ് ക്ലോ ക്രേഫിഷിൽ അങ്ങനെ പല വെറൈറ്റികളൊന്നും വരുന്നില്ല. ഇതാണ് ഒരൊറ്റ വെറൈറ്റി എന്ന് പറയുന്നത്. ഈ വെറൈറ്റി തന്നെയാണ് നാച്ചുറലായിട്ട് കാണുന്നതും ഇത് തന്നെയാണ് എന്താ പറയുക ഏറ്റവും അധികം കൃഷി ചെയ്യുന്നതും. ഇത് ഭക്ഷണത്തിന് വേണ്ടിയും ഈ ഒരു ക്രേഫിഷിനെ വളർത്താറുണ്ട്. അതേസമയം നമ്മുടെ അലങ്കാര അല്ലെങ്കിൽ അക്വേറിയം ഫീൽഡിൽ അക്വേറിയത്തിലൊക്കെ ആയിട്ട് വളർത്താനും ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് 2 രീതിയിലും ഇത് പോപ്പുലറാണ്.
ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 500-600 ഗ്രാം വെയിറ്റും അതുപോലെ 1 ഫീറ്റ് ലെങ്ത്തും ഒക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിൽ പല ആൾക്കാരും കൃഷി ചെയ്ത് ഭക്ഷണാവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കടിക്കുന്ന ഭാഗത്ത് ഒരു റെഡ് കളറേഷൻ കാണാം ആ ഒരു ക്ലോസിൻ്റെ അവിടെ. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ക്ലോ ക്രേഫിഷ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിലിനാണ് ഈ ഒരു റെഡ് ക്ലോസ് വരുന്നത്, ഫീമെയിലിന് ഉണ്ടാവാറില്ല. പിന്നെ മറ്റ് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതായത് മെയിലിനാണ് സൈസ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിന് നല്ല വണ്ണായിരിക്കും. ഫീമെയിലിന് സൈസ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ ക്ലോസിൻ്റെ സൈസും ചെറുതായിരിക്കും. പിന്നെ മറ്റ് അലങ്കാര ക്രേഫിഷുകളിൽ അതിനെ മലർത്തി പിടിച്ച് അതിൻ്റെ കാലിൻ്റെ അതായത് നാല് കാലുകൾ വരുന്നുണ്ട് 2 സൈഡിലായിട്ട്. അങ്ങനെ ടോട്ടൽ 8 കാലുകൾ. അതിൻ്റെ അവസാന ഭാഗത്ത് മെയിലിനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാലുകൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് മെയിലിന് മാത്രമാണ് ഉണ്ടാവാറുള്ളത്, ഫീമെയിലിന് അങ്ങനെ ഉണ്ടാവാറില്ല. അത് സാധാരണ ക്രേഫിഷുകളിൽ, അതായത് അലങ്കാര ക്രേഫിഷുകളിൽ അങ്ങനെയുള്ളൊരു സംഭവം ഈ റെഡ് ക്ലോ ക്രേഫിഷുകൾക്കില്ല. ആ ഒരു സംഭവം നോക്കിയിട്ട് റെഡ് ക്ലോ ക്രേഫിഷുകളിൽ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവരുടെ ബ്രീഡിങ് എന്ന് പറയുന്നത് സാധാരണ ക്രേഫിഷുകളെ ബ്രീഡ് ചെയ്യിക്കുന്ന പോലെ തന്നെയാണ്. ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ മേറ്റായിട്ട് മുട്ടയിട്ട് ഇവരുടെ വാലിൻ്റെ അടിഭാഗത്ത് മുട്ട വെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത് തന്നെയാണ് ചെയ്യുന്നത്. അത് സെയിം തന്നെയാണ്, പക്ഷേ ടൈം വ്യത്യാസമുണ്ട്. ഏകദേശം 60 ദിവസമാണ് ഇവരുടെ മുട്ട വിരിയാനായിട്ട് എടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്രേഫിഷുകൾ പെട്ടെന്ന് വലുതാവുന്ന ഒരു ഇനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു റെഡ് ക്ലോ ക്രേഫിഷ് നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ വളർന്നു വലുതാവും. ഫുഡ് കാര്യങ്ങളൊക്കെ മറ്റ് ക്രേഫിഷുകൾക്ക് കൊടുക്കുന്നത് തന്നെയാണ്. വെജിറ്റബിൾസ് പോലുള്ള സംഭവങ്ങൾ വേവിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെല്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ സിങ്ക് ചെയ്ത് എടുക്കുന്ന ഫുഡുകൾ കാര്യങ്ങളെല്ലാം ഇവർ കഴിക്കും. വെജും നോൺ വെജും ആയിട്ടുള്ള ഫുഡുകളെല്ലാം ഇവർ കഴിക്കും. നമ്മൾ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് തന്നെയാണ്. പെല്ലറ്റ് ഇവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അല്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഇവർ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് അക്വാട്ടിക് പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഫോക്സ് ടൈൽ പോലുള്ള അത്തരം സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്താൽ ഇവർ കഴിക്കും. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളായിട്ട് അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ ഇത്തരത്തിലുള്ള ക്രേഫിഷുകൾക്ക്, അതായത് ഷെൽ ഫിഷുകൾക്ക്, അതിലെ ഒരു വിഭാഗമാണ് ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്നത്. ക്രസ്റ്റേഷ്യൻസിന് കീഴിലാണ് ഈ ഒരു ക്രേഫിഷ് വരുന്നത്. പൊതുവേ ഇത്തരത്തിലുള്ള ഷെൽഫിഷുകൾക്ക് ഫംഗസ് പോലുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് മീനുകൾക്ക് വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. അതുകൊണ്ട് അസുഖം വരുന്നതിനെക്കുറിച്ച് നമ്മൾ അധികം പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്. കുറച്ചൊക്കെ വെള്ളം മോശമായാലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, ഇവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മോശമാവുന്ന സമയത്ത് വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ഡിപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ ചത്തുപോകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇവരുടെ ട്രാക്കകത്തൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഇവർക്ക് കയറി നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് വെള്ളത്തിനകത്ത് ഓക്സിജൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സെറ്റപ്പ് എപ്പോഴും ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ കഴിഞ്ഞാൽ മീനുകളുടെ പോലെ ഫ്ലോട്ട് ചെയ്ത് നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് ആ വെള്ളത്തിനകത്ത് ഇടുന്ന് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എയറേഷൻ കൊടുക്കാം. എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ശരിക്കും. നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെക്കുറിച്ച്. നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എയറേഷൻ കൊടുക്കാത്ത ടാങ്കുകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം മോശമാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു 50% വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ട്രേകളിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ എങ്ങാനും വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ PVCയുടെ മുകളിൽ നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ അവർക്ക് കയറി വന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് എയറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. നമ്മുടെ ശ്രദ്ധ പോയാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വരുന്നത്. ഇവർക്ക് ഹൈഡിങ് സ്പോട്ടുകൾ മസ്റ്റാണ്. അതുകൊണ്ട് PVC പൈപ്പ് പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടാവണം. പിന്നെ സ്പേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ സ്പേസിലൊന്നും എണ്ണത്തിൽ കൂടുതലായിട്ട് ഇടാനായിട്ട് പാടില്ല. കാരണം ഇവർ ഫൈറ്റ് ചെയ്ത് അഗ്രസീവായിട്ട് മറ്റൊന്നിൻ്റെ ക്ലോസും കൈയും കാലൊക്കെ കട്ട് ചെയ്ത് എടുത്ത് ഇവർ ഭക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇവർ സ്വവർഗഭോജികളാണ് ഇത്തരത്തിലുള്ള ഷെൽഫിഷുകൾ. പ്രധാനമായിട്ടും ക്രാബ്, ലോബ്സ്റ്റർ, ക്രേഫിഷ്, പ്രോൺസ്, ഷ്രിംസ് ഒക്കെ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കാറുണ്ട്. ലോബ്സ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത്. ഇത്തരത്തിൽ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ക്രേഫിഷുകളെ ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ എന്നും വിളിക്കാറുണ്ട്. കാരണം ലോബ്സ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് കടലിലുള്ളതിനെയാണ് ലോബ്സ്റ്റർ എന്ന് വിളിക്കുന്നത്. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ലോബ്സ്റ്ററിനെ ക്രേഫിഷ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ശരിക്കും ക്രേഫിഷ് എന്നാണുള്ള യഥാർത്ഥമായിട്ടുള്ള പേര് ക്രേഫിഷ് എന്നാണ്. പക്ഷേ ലോബ്സ്റ്ററുമായിട്ട് നല്ല സാമ്യമുള്ളത് കൊണ്ട് ഇതിനെ ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ എന്നും വിളിക്കാറുണ്ട്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, ലോബ്സ്റ്റർ എന്ന് പറയുന്നത്, യഥാർത്ഥ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് മെറൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്നതാണ്. കടലിൽ ജീവിക്കുന്ന ലോബ്സ്റ്റർ പല തരത്തിലുണ്ട്, പല സൈസിലുണ്ട്. ഇത്തരത്തിലുള്ള കടിക്കുന്ന ക്ലോസ് ഉള്ളതുണ്ട്, ക്ലോസ് ഇല്ലാത്തതുകൊണ്ട്.
കടലിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫ്രഷ് വാട്ടറിലുള്ളത് ഇത്തരത്തിലുള്ള ക്രൈഫിഷുകളാണ്. കടിക്കുന്ന ടൈപ്പ് ആ ഒരു ക്ലോസ് ഉള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ക്രൈഫിഷാണ് ഈ ഒരു റെഡ് ക്ലോ ക്രൈഫിഷ് എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടറിലുള്ള ഏറ്റവും വലിയ ക്രൈഫിഷാണ് റെഡ് ക്ലോ ക്രൈഫിഷ്. അതിൻ്റെ ലെങ്ത്തും സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് വളർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക. പിന്നെ ഓക്സിജനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. ചെറിയ സ്പേസിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി നടക്കാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഹോബീസ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു റെഡ് ക്ലോ ക്രൈഫിഷിനെ ജസ്റ്റ് വളർത്തി നോക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനിപ്പോൾ മേടിച്ച് വളർത്തുന്നത്. നമ്മൾ ഇവരെ വാങ്ങിയതിന് ശേഷം ഇവർ പലതവണ ഷെല്ല് പൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഷെല്ല് പൊഴിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് മോൾട്ടിംഗ് എന്നാണ്. ക്രൈഫിഷുകൾ, പ്രോൺസ്, ഷ്രിംസ് ഇവരൊക്കെ ഷെല്ല് പൊഴിക്കുന്നത് അല്ലെങ്കിൽ ഈ മോൾട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത് വെള്ളത്തിൽ തന്നെയാണ്. അതേസമയം ക്രാബുകളാണെന്നുണ്ടെങ്കിൽ അവർ കരയിൽ പോയിട്ടാണ് ഈ ഒരു മോൾട്ടിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഷെല്ല് പൊഴിക്കേണ്ട ആ ഒരു ദിവസത്തോട് അടുക്കുമ്പോൾ ഇവർ കൂടുതലും ഹൈഡിങ് സ്പോട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അധികം പുറത്ത് വരില്ല. അതുപോലെ തന്നെ ഫുഡ് നമ്മൾ കൊടുക്കുന്നതൊന്നും കഴിക്കില്ല. പിന്നെ അവർ ഷെല്ല് പൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് എടുത്ത് തുടങ്ങുന്നത്. ഈ കണ്ടെയ്നറിൽ കിടക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും സൈസുള്ള റെഡ് ക്ലോ ക്രൈഫിഷ്. എല്ലാത്തിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-2.5 ഇഞ്ചാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി, അതായത് ഏകദേശം ഒരു 4 എണ്ണത്തോളം നമ്മുടെ കയ്യിലുള്ളത് 2 ഇഞ്ച്, കറക്റ്റ് 2 ഇഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതും പിന്നെ വേറെ ഒരെണ്ണമാണ് ഒരു 2-2.5 ഇഞ്ചിനടുത്ത് വരുന്നത്. 2 ഇഞ്ച് സൈസ് വരുന്ന ഇത്തരത്തിലുള്ള റെഡ് ക്ലോ ക്രൈഫിഷുകളുടെ പ്രൈസ് വരുന്നത് ഏകദേശം 150 രൂപയാണ്. അതായത് നമ്മുടെ സാധാരണ ക്രൈഫിഷുകളുടെ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. നമ്മുടെ സാധാരണ അലങ്കാര ക്രൈഫിഷുകളുടെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഈ ഒരു 100-150 ആ ഒരു റേഞ്ചിലാണ് പെർ പീസിന് വരുന്നത്. ആ ഒരു റേഞ്ച് തന്നെയാണ് ഇതിനും വരുന്നത്. ഇതിപ്പോൾ ഏകദേശം 2 ഇഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രൈസും പെർ പീസിന് വരുന്നത് 150 രൂപയാണ്. 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. റെഡ് ക്ലോ ക്രൈഫിഷുകളെ സെല്ല് ചെയ്യുന്നത് ക്രേഫിഷ് ഫാമുകളിലാണ് കൂടുതലായിട്ടും. അതായത് ക്രേഫിഷുകളെ മാത്രം വളർത്തുന്ന ഫാമുകളിലാണ് ഞാൻ കൂടുതലും ഇത്തരത്തിലുള്ള റെഡ് ക്ലോ ക്രൈഫിഷുകളെ സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പെറ്റ് ഷോപ്പുകളിൽ ഞാൻ ഇവരെ സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല. സാധാരണ അലങ്കാര ക്രൈഫിഷുകളെ സെല്ല് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പെറ്റ് ഷോപ്പുകളിൽ. പക്ഷേ റെഡ് ക്ലോ ക്രൈഫിഷിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റെഡ് ക്ലോ ക്രൈഫിഷുകൾ സാധാരണ പോപ്പുലറായിട്ട് കണ്ടിട്ടുള്ളത് ക്രൈഫിഷ് ഫാമുകളിലാണ്. അവർ നല്ല രീതിയിൽ തന്നെ ഇതിനെ ബ്രീഡ് ചെയ്യിച്ച് സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവരെ വാങ്ങിയത് ഒരു ക്രൈഫിഷ് ഫാമിൽ നിന്നാണ്. ദൂരം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കൊറിയറായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയ 6 റെഡ് ക്ലോ ക്രൈഫിഷുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. റെഡ് ക്ലോ ക്രൈഫിഷുകളെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.